അതിരമ്പുഴ ടൗണിന്റെ ഹൃദയഭാഗത്ത് ജനങ്ങളുടെ ജീവന് ഭീഷണിയായി പകുതി പൊളിച്ച നിലയിലുള്ള 3 നില കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. അതിരമ്പുഴ ടൗൺ വികസനത്തിന്റെ ഭാഗമായിട്ടാണ് കെട്ടിടത്തിന്റെ മുൻവശം പൊളിച്ചു മാറ്റിയത്. ബാക്കി ഭാഗമാണ് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. കെട്ടിടത്തിന്റെ പകുതിയോളം ഭാഗം പില്ലറുകളുടെയോ ബീമുകളുടെയോ സപ്പോർട്ട് ഇല്ലാതെയാണ് നിൽക്കുന്നത്. വെട്ടുകല്ലിലും ഇഷ്ടികയിലും 3 നിലയുടെ ഉയരത്തിൽ നിൽക്കുന്ന കെട്ടിട ഭാഗം ഏതു നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. ഭാരമുള്ള വാഹനങ്ങൾ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രകമ്പനങ്ങൾ പോലും കെട്ടിടത്തിന് താങ്ങാനാകില്ല. കെട്ടിടത്തിന് അടിയിലായി നിരവധിയായ വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ ബസ് കാത്ത് യാത്രക്കാർ നിൽക്കുന്നത് അപകടാവസ്ഥയിലായ കെട്ടിടത്തിന്റെ മുന്നിലാണ്. ഓട്ടോറിക്ഷ സ്റ്റാൻഡും ഇവിടെ തന്നെയാണ്. ടൗൺ വികസനത്തിന് വേണ്ടി കെട്ടിടം ഏറ്റെടുത്തപ്പോൾ കെട്ടിടം പൂർണ്ണമായും ഏറ്റെടുക്കണമെന്ന് ഉടമകൾ ജില്ലാ കളക്ടറോട് രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ നടപടി ഉണ്ടായില്ല. കെട്ടിടത്തിന്റെ മുകൾ നിലയിലേക്കുള്ള സ്റ്റെയർ കേസ് പൊളിച്ചു നീക്കിയതോടെ അവശേഷിക്കുന്ന കെട്ടിട ഭാഗം ഉപയോഗശൂന്യമാകുകയും ചെയ്തു. യാത്രക്കാർ നിലവിൽ ബസ് കാത്തു നിൽക്കുന്നതും ഇവിടെയാണ്. വലിയ അപകട ഭീഷണി നിലനിൽക്കുന്നതിനാൽ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരും വ്യാപാരികളും ഓട്ടോ ഡ്രൈവർമാരും ആവശ്യപ്പെടുന്നത്. ഇത് കൺമുമ്പിൽ കാണുന്നത് നിങ്ങൾ കണ്ടതുപോലെ ഒരു ഭയങ്കര ദുരന്തമായിട്ടല്ല നിൽക്കുന്നത്. ഒരു വിടത്തുമില്ലാതെ ബലക്ഷയമായി നിൽക്കുന്ന കെട്ടിടമല്ലേ. അതൊന്നെങ്കിൽ ബലപ്പെടുത്താൻ നോക്കുക, അല്ല എങ്കിൽ അത് പൊളിച്ചു മാറ്റുക. ഇതൊരു അതിരമ്പുഴയുടെ ഹൃദയഭാഗമാണ്, സെൻട്രൽ ജംഗ്ഷനാണ്. ഇവിടെ എപ്പോഴും ആൾക്കാർ വരുന്നു, ബസ് കയറാൻ നിൽക്കുന്നു. ഞാനിവിടുത്തെ മുട്ട വ്യാപാരിയാണ്. തൊട്ടപ്പുറത്തൊരു ബേക്കറി കടയുണ്ട്, അത് ഭീഷണി കാരണം നിർത്തിയിട്ടിരിക്കുകയാണ്. എത്രയും വേഗം ഇത് പൊളിച്ചു മാറ്റുക, അല്ല അതെങ്കിൽ നിലനിർത്തണമെങ്കിൽ അത് ബലപ്പെടുത്താം. തൊട്ടപ്പുറത്തെ കെട്ടിടം ബലപ്പെടുത്തി നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേണമെങ്കിൽ ഇതും ചെയ്യാം. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യട്ടെ, ഇല്ലെങ്കിൽ അത് എത്രയും വേഗം പൊളിച്ചു മാറ്റുക. ആൾക്കാർക്ക് അപകടം ഒഴിവാക്കുക, അതാണല്ലോ നമ്മുടെ ആവശ്യം മുഖ്യം. അത് ചെയ്യും. മേഘദൂത് ന്യൂസ്, കോട്ടയം.